എയർ ഫ്രയറിന് ഇത്രയുള്ള ഫാൻസ് ഉണ്ട് പറഞ്ഞിട്ട് എനിക്കറിയാലോ. ഞാൻ എപ്പോഴും എനിക്ക് വരുന്ന കമൻറ്റാണ് എയർ ഫ്രയർ റെസിപ്പി ചെയ്യുമോ, ഈ റെസിപ്പി നമുക്ക് എയർ ഫ്രയറിൽ ചെയ്യാൻ പറ്റുമോ, അന്നങ്ങനെ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമോ, അങ്ങനെയല്ല ചോദിച്ചിട്ട്. അപ്പം ഞാൻ ഇന്ന് വന്നിരുന്നത് ഒരു എയർ ഫ്രയർ റെസിപ്പി ആയിട്ടാണ്. ഫസ്റ്റ് നമുക്ക് മൈദ കുഴച്ചെടുക്കാനുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇളം ചൂടുള്ള പാലിലേക്ക് ഈസ്റ്റ് പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് പിന്നെ അത് മൈദപ്പൊടിയിലേക്ക് ഇട്ടിട്ട് കുഴച്ചെടുക്കുന്നതാണ്. ഉപ്പും ബട്ടറും കൂടി ആഡ് ആക്കുന്നത്. അപ്പോൾ മെഷർമെൻറ്റും കാര്യമെല്ലാം ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കുന്ന ചെക്കാക്കിയാൽ മതി. നല്ലപോലെ കുഴച്ചെടുക്കണം. എന്നിട്ടത് നമുക്ക് 1 മണിക്കൂറേക്ക് റെസ്റ്റിന് വെക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് റെഡി ആക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ ചിക്കനാണ് എടുക്കുന്നത് ഫില്ലിംഗ് ആയിട്ട്. നിങ്ങൾക്ക് ബീഫോ മട്ടനോ എന്ത് വേണാലും എടുക്കാം. ഒരു പാനിലേക്ക് ബട്ടർ ഇട്ടെടുത്തിട്ട് അതിലേക്ക് ഗാർലിക്, വെജിറ്റബിൾ ആയിട്ട് ഞാൻ ആഡ് ആക്കുന്നത് ഒണിയന്, ക്യാപ്സിക്കം, ക്യാരറ്റ് എല്ലാം ആണ്. നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ അതും ആഡ് ആക്കാം. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ അതിലേക്ക് ക്രീം, തിക്ക് ക്രീമാണ് ഞാൻ ഇവിടെ യൂസ് ആക്കിയത്, പിന്നെ ചില്ലി ഫ്ലേക്സ്, ഒരു സ്ലൈസ് ചീസ്, ഇത് ഇത്ര ഇട്ടിട്ട് നമുക്ക് ഫില്ലിങ് സെറ്റ് ആക്കിയിട്ട് എടുക്കാം. ഇതാപ്പോഴത്തേക്കും നമ്മളെ ഡോ നല്ല ഡബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്ക് ഡിവൈഡ് ആക്കിയിട്ട് അത് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ചെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം. റൗണ്ട് ആയിട്ട് എടുത്തെങ്കിൽ നല്ല ബണ്ണ് പോലെ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോൾഡ് ആക്കിയിട്ട് എടുത്താൽ മതി. ഞാൻ ഉള്ളിലേക്ക് ഒരു ചെറിയ സ്ലൈസ് ചീസ് കൂടി ആഡ് ആക്കുന്നത്, മൊസറല്ല ചീസ് വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഫില്ലിംഗ് എന്ന് പറഞ്ഞെങ്കിൽ നല്ല ക്രീമി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ്. അതിൻ്റെ ഒക്കെ ചീസ് കൂടി വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇത് കാണുമ്പോൾ കുറച്ച് വലിയ പ്രോസസ്സ് പോലെ കാണുന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയിട്ട് തിന്നുമ്പോൾ അതെല്ലാം നമുക്ക് മറക്കും, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഒരിക്കലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ആക്കിയിട്ട് നോക്കണം. എയർ ഫ്രയറിൽ ഞാനിത് 160 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് വെച്ചിന്. നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ളിൽ നല്ല ക്രീമി ആയിട്ടുള്ള ഡിഷാണിത്. എല്ലാവരും ട്രൈ ആക്കണം.